ഹലോ എവ്രി വൺ, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയാണ്. നമ്മൾ നല്ല കൃഷിയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കാൻ, നല്ല ഓർഗാനിക് പച്ചക്കറികളൊക്കെ കിട്ടും എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മയും കൂടെ ഒരു ചെറിയ കൃഷി, ഒരു അടുക്കള പച്ചക്കറിത്തോട്ടം അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണേ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പണ്ട് അമ്മ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന കർഷക സ്ത്രീയായിരുന്നു. ഇഷ്ടം പോലെ കൃഷി ഐറ്റംസൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നേ. പക്ഷേ ഇപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഒരു ബ്രേക്ക് ഇട്ടിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. ചേനയും ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ അയ്യത്തുണ്ട് ആവശ്യത്തിന്. ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റായിട്ട് ഫുള്ള് കാട് കയറി കിടക്കുന്നത് കൊണ്ട് കുറേശ്ശെ പോർഷൻ വൃത്തിയാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഓരോരോ കൃഷിയൊക്കെ ചെയ്യാം, ഓരോരോ തൈയൊക്കെ നട്ട് ഒന്ന് സെറ്റാക്കി പണ്ടത്തെ ഒരു വൈബാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതൊരു 2-3 ആഴ്ച മുമ്പുള്ള വീഡിയോ ആണ്. അതായത് ഈ മഴ സമയമുണ്ടല്ലോ, മഴ സമയത്തിന് മുമ്പുള്ള വീഡിയോ. ആ മഴ സമയത്തിന് മുമ്പ് എടുത്തു വെച്ചതാണ്. പക്ഷേ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള പാട് കാരണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതെന്തായാലും ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് ഇട്ടേക്കാം. എല്ലാവരും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, നല്ല സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമ്മളിന്ന് നടുന്നതെന്ന് പറഞ്ഞാൽ 4 വിത്തുകളാണേ. അപ്പോൾ ഒന്നാമത്തത് പാവയ്ക്കയും, രണ്ടാമത്തത് തക്കാളി, മൂന്നാമത്തത് ചീര, നാലാമത്തത് വെണ്ടയ്ക്ക. ഈ 4 വിത്തുകളാണ് ഇന്ന് നടാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൃഷി എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഒരു വലിയൊരു കാട് പോലെ കിടന്നിരുന്നായിരുന്നു അയ്യം. അതെല്ലാം ഞങ്ങൾ ചെത്തി നല്ല വൃത്തിയാക്കി. അതെന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. നല്ല മഴ പെയ്ത് കിടന്നതുകൊണ്ടേ എളുപ്പം ഇളകി വരുന്ന ഒരു സൈഡിലായിരുന്നു വൃത്തിയാക്കിയത്. അപ്പോൾ നമ്മൾ ആ പോച്ചയൊക്കെ പറിച്ചിട്ട് ഈ മണ്ണെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ചിക്കി എടുത്തു. പിന്നെ അതിനകത്തുള്ള കട്ട പോലെ കിടക്കുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റി, അതിനുശേഷം വളമൊക്കെ ഇട്ടു. നല്ല രീതിയിൽ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നടാൻ പോകുന്നത്. അന്നേരം ഞാൻ ഇത്രയും വലിയ പ്രോസസ്സാണെന്നൊന്നും അറിഞ്ഞില്ല. എന്നാലും നമ്മൾ തുടങ്ങിയതല്ലേ, തീർത്ത് കളയാമെന്ന് വിചാരിച്ച് ഓരോ പണി ചെയ്ത് നിൽക്കുവാണേ. ഈ വീഡിയോ എടുക്കലും അതേപോലെ തന്നെ ഹെൽപ്പ് ചെയ്യലും ഭയങ്കര ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളും കൂടെ വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ നമ്മുടെ പണി കുറച്ചും കൂടെ എളുപ്പമായേനെ. അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് ക്ലിപ്പിങ്സേ എടുത്തിട്ടുള്ളൂ. ബാക്കി സമയത്തൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്തും കൊടുത്തു. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ചിക്കിയതിന് ശേഷം പിന്നീട് ഈ മണ്ണെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് നടാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ, ഫസ്റ്റ് പാവൽ അവിടെ അങ്ങ് നട്ടു. അതിനുശേഷം അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അരി ഇടുന്നേ ഉള്ളൂ. അതിന് നല്ലതായിട്ട് കിളിച്ച് വരുന്നത് മാത്രം മാറ്റി നട്ട് കുറച്ച് സപ്പോർട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് അമ്മ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷനെല്ലാം വൃത്തിയാക്കി. അതിനുശേഷം ഇപ്പം വെണ്ടയ്ക്കയുടെ അരിയാണേ. അപ്പോൾ വെണ്ടയ്ക്കയുടെ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിനനുസരിച്ച് ഇങ്ങനെ നട്ടു കൊടുക്കുക. ബൈ അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊരു അതിർത്തിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ താരമായിട്ടുള്ള തക്കാളിയുടെ നടിയിൽ പ്രോസസ്സാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അമ്മ പറയുന്നത് അത്ര സെറ്റായിട്ടുള്ള വിത്തല്ല, എന്നാലും നമുക്കൊന്ന് നട്ട് നോക്കാം എന്നുള്ള രീതിയിൽ ഇട്ടേക്കുവാണേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് ഇങ്ങനെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്താൽ അതിൻ്റെ പ്രോസസ്സ് എളുപ്പം കഴിയും. അതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള പരിപാടി. ഈ പരിപാടി കഴിഞ്ഞാലുള്ളൊരു ബിഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അതിലും വേറെ, ഇപ്പം എടുത്തതിലും വേറെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സംഭവമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ദാ കിടക്കുന്നു. നല്ല ടാസ്ക്കായിട്ടുള്ള പ്രോസസ്സായിരുന്നു ഇവിടുത്തെ. കയ്യിലൊക്കെ നല്ല കണ്ടോ മണ്ണൊക്കെ പറ്റി നല്ല
കർഷക സ്ത്രീ ആവാൻ പോവാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്ലീൻ ചെയ്ത ഭാഗത്ത് നമ്മൾ എന്താ നടാൻ പോകുന്നതെന്ന് അറിയാമോ? ചീരയും ഒരു വെറൈറ്റി പ്രോസസ്സിലൂടെയാണ് നമ്മൾ നടുന്നത്. തരി പോലുള്ള മണലിനകത്ത് ചീരയുടെ അരിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതും ജസ്റ്റ് ഒന്ന് വിതറിയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ട സംഭവങ്ങളെല്ലാമാണ് അണ്ണാൻകുഞ്ഞും കട്ടുറുമ്പിൻ്റെ ഒരു കടി കിട്ടിയാൽ മതി, നല്ല നല്ല രസമായിരിക്കും. അങ്ങനെ ആ പ്രോസസ്സും കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തരിമണൽ എടുത്തിട്ടുണ്ട്. തരിമണലിലേക്ക് ചീരയുടെ അരി എല്ലാം കൂടി ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുകയോ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പ് വന്നിട്ട് ഇതിൻ്റെ അരിയെല്ലാം എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ കൂട്ടം കൂടി ഒരുമിച്ച് കിടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കിളിച്ച് വരുമ്പോഴത്തേക്ക് അതിനൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ പോർഷനിൽ മാറി മാറി വരുമല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഹലോ ഗായ്സ്, ഇതാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോയാണ്. അതിനകത്ത് നമ്മളുടെ മഴ ചതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം കിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്കയുടെ വിത്ത് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ചെടിയാണെങ്കിലും സൂപ്പറായിട്ട് എല്ലാം കിളിച്ചിട്ടുണ്ട്. 4-മത്തത് വെണ്ടയ്ക്കയും 4-മത്തെ പാവലും അതേപോലെ തന്നെ സൂപ്പറായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.